ഹലോ ഓൾ, വെൽക്കം ടു വേഴ്സ് നെസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് റിലേറ്റഡ് ടു ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് തന്നെ ദ ബൗ ഔ തിയറി. ഇത് ഓണോമറ്റോപോയിക് തിയറി എന്നും ഇതിന് പറയും. ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഹ്യൂമൻസ് ഇമിറ്റേറ്റിംഗ് ദ സൗണ്ട്സ് ദേ ഹേർഡ് ഇൻ നേച്ചർ. ഈ തിയറി പറയുന്നത് ലാംഗ്വേജ് ഉണ്ടായത് നേച്ചറിൽ കേൾക്കുന്ന പല ശബ്ദങ്ങളുണ്ട്, അതിൽ നിന്നാണ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, വേർഡ്സ് ലൈക്ക് ബസ്. ഇപ്പം ബസ് എന്ന് പറഞ്ഞ വേർഡ് കേട്ടപാട് തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഇമിറ്റേറ്റിംഗ് ദ സൗണ്ട് ഓഫ് എ ബി, അതായത് തേനീച്ച പോകുന്നതിനുള്ള ഒരു സൗണ്ടാണ് ബസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തേനീച്ചൻ്റെ ആ നോയ്സ് നിന്നാണ് ഈ ബസ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത്. ഓക്കെ, മ്യാവ് എന്ന് പറഞ്ഞ വേർഡ് നമുക്കറിയാം, കാറ്റിൻ്റെ ക്രൈ. അപ്പം ഈ മ്യാവ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത് അങ്ങനെയാണ്. അങ്ങനെ ഓരോ നോയ്സിൽ നിന്നാണ് ഓരോ വേർഡ്സ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് എന്നാണ് ഈ തിയറി പറയുന്നത്. ദെൻ ദ പൂപ്പു തിയറി. According to this theory, language began with emotional exclamations or instinctive cries of pain, joy or other strong feelings. ഇതിൽ പറയുന്നത് ലാംഗ്വേജ് ഉണ്ടായത് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് അതിൽ നിന്നാണ്. അതായത് സൗണ്ട്സ് ലൈക്ക് ഔച്ച് ഓർ ഉഫ്. ഔച്ച് നമ്മൾ പറയാം, ഔച്ച് നമുക്ക് എന്തെങ്കിലും പെയിൻ ആയാൽ, അതുപോലെ തന്നെ ഉഫ് എന്ന് പറയുന്നത് അടിപൊളി എന്ന് പറയുന്നിടത്താണ് ഉഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഇമോഷൻസ് നിന്നും ഫീലിങ്സ് നിന്നൊക്കെയാണ് ഓരോ വേർഡ്സ് ഇങ്ങനെ ഉണ്ടായി. അങ്ങനെ എന്തായി, ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് കാരണമായി എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ദ ഡിങ് ഡോങ് തിയറി. ദിസ് തിയറി പോസിറ്റ്സ് ദാറ്റ് ലാംഗ്വേജ് എമേർജ്ഡ് ഫ്രം എ നേച്ചുറൽ റെസൊണൻസ് ഓർ harmony between humans and the world. Sounds were inherently linked to objects or actions, and language arose as humans named things based on this natural correspondences. ഇതൊന്നും കേട്ടിട്ട് പേടിക്കണ്ട. ഇതിൽ പറയുന്നത് നേച്ചറും ഹ്യൂമൻസും തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു ഐക്യമുണ്ട്, ഒരു ഹാർമണി ഉണ്ട് അല്ലേ? അങ്ങനെ നേച്ചറിൽ പല കാര്യങ്ങളും നടക്കുന്നു. അപ്പോൾ ഹ്യൂമൻസ് ഓരോ നെയിം അതിനിട്ട്. ഇപ്പോൾ ഒരു എക്സ്പ്ലോഷൻ നടക്കുക, പെട്ടെന്നൊരു പൊട്ടിത്തെറിക്കുന്നേരം ഒരു ബൂം എന്ന് പറഞ്ഞ്, അങ്ങനെ നേച്ചറിൽ നടന്ന ഓരോ കാര്യത്തിന് അപ്പം തോന്നിയ ഓരോ വേർഡ്സ് ഇങ്ങനെ പറയുക. അങ്ങനെ ഓരോ വേർഡ്സ് ഉണ്ടായി. അങ്ങനെ അത് ലാംഗ്വേജ് ഉണ്ടാവാൻ കാരണമായി. നെക്സ്റ്റ് ദ യോഹിഹോ തിയറി. യോഹിഹോ തിയറിയിൽ പറയുന്നത് ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ദ റിതമിക് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഡ്യൂറിങ് കോർഡിനേറ്റഡ് ഫിസിക്കൽ എഫേർട്ട് like working together to move heavy objects or rowing a boat. The sounds could have developed into more sophisticated vocal communication. ഈ ലാംഗ്വേജ് ഉണ്ടായത് ആൾക്കാർ കൂടുതൽ, അതായത് ഹെവി ഡ്യൂട്ടീസൊക്കെ എടുക്കുമ്പം, ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം, അതുപോലെ തന്നെ എന്താണ്, നല്ല ഫിസിക്കൽ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു ബോട്ട് റോ ചെയ്യുമ്പോൾ ഒക്കെ ഒരുമിച്ച് നമ്മളൊരു റിതമിക്കായിട്ട് ഒന്നെങ്കിൽ നമ്മൾ പാടും, അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പറയും. ഇപ്പോൾ ഐലസ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും, പല നാടൻ പാട്ടുകളൊക്കെ പാടും പണ്ട് കൃഷി ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ഓരോ വേർഡ്സ് ഉണ്ടായി, അങ്ങനെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു എന്നാണ് യോഹിഹോ തിയറി പറയുന്നത്. നെക്സ്റ്റ് ദ മ്യൂസിക്കൽ പ്രോട്ടോ ലാംഗ്വേജ് തിയറി. അതിനാണ് ദ ലാല തിയറി എന്ന് പറയുന്നത്. ഇത് ചാൾസ് ഡാർവിൻ സജസ്റ്റഡ് ദാറ്റ് ഏർലി ഹ്യൂമൻ ലാംഗ്വേജ് മൈറ്റ് ഹാവ് ഒറിജിനേറ്റഡ് ഇൻ സോങ്. ഇതൊന്നുമില്ല, ഈ തിയറിയിൽ പറയുന്നത് ലാംഗ്വേജ് ഉണ്ടായത് സോങ്ങിൽ നിന്നാണ്, പാട്ടുകളിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായത്. വിത്ത് വോക്കൽ എക്സ്പ്രഷൻ ഒറിജിനലി യൂസ്ഡ് ഫോർ കോഡ്ഷിപ്പ് ഓർ അതർ സോഷ്യൽ ബോണ്ടിങ് ആക്ടിവിറ്റീസ്, ദിസ് മ്യൂസിക്കൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ കുഡ് ഹാവ് ഗ്രാജുവലി ഇവോൾവ്ഡ് ഇൻ ടു മോർ സ്ട്രക്ചേർഡ് ലാംഗ്വേജ്. അങ്ങനെ ഈ മ്യൂസിക്കൽ ഫോമിൽ നിന്ന് പിന്നീട് എന്തായി, ലാംഗ്വേജ് സ്ട്രക്ചറിലേക്ക് മാറി. അങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടാകുന്നത് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇത്ര ആളും. അപ്പോൾ ഈ 5 തിയറീസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാ വീഡിയോസും ഇങ്ങനെ ഇടുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.